ടാസ്കിലെ ജഡ്ജ്മെന്റ് സമയമായിരുന്നു. പവർ ടീമിനെയാണ് ആദ്യം ചെക്ക് ചെയ്തത്. രതീഷ് മാത്രമല്ല, വേറുള്ള ടീമുകളുടെ തലവന്മാരായിട്ടുള്ള അർജുൻ, ഋഷി, ജിൻഡോ എന്നിവർ ചേർന്നാണ് പവർ ടീമിന്റെ ആ ഒരു ബാരക്ക് ചെക്ക് ചെയ്തത്. രതീഷ് പറയുന്നത് പവർ ടീമിനുള്ളിൽ 2 ബോംബുകൾ മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ എന്നാണ്. ജിൻഡോ പറയുന്നത് ജിൻഡോ മാത്രം 2 എണ്ണം എറിഞ്ഞു എന്നാണ് പവർ ടീമിലോട്ട്. അത് 2 ലാൻഡ് ആയിട്ടുണ്ടെന്നുമാണ് ജിൻഡോ പറയുന്നത്. ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ഒരെണ്ണം എറിഞ്ഞു, ജിൻഡോക്കൊക്കെ 2 എണ്ണം എറിഞ്ഞു, അപ്പൊ മിനിമം 3 എണ്ണം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഒരെണ്ണം എറിഞ്ഞിട്ടുണ്ട് എന്ന് ജാസ്മിൻ തറപ്പിച്ച് പറയുന്നുണ്ട്. ഞാനിത് ക്ലോസ് വാച്ച് ചെയ്ത ഒരാളാണ്. ജിൻഡോ പറയുന്നത് തന്നെയാണ് കറക്റ്റ് എന്ന് തോന്നുന്നു. 5 ബോംബുകൾ എറിഞ്ഞതിൽ 2 എണ്ണം ഫ്ലോപ്പ് ആയി പോയി. എറിഞ്ഞതിൽ 3 എണ്ണം ലാൻഡ് ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടത് പവർ ടീമിന്റെ ആ ഒരു ബാരക്കില്. സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങളിപ്പോ കാണുന്നത്. പക്ഷേ ജിൻഡോ പറഞ്ഞതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ ബിഗ് ബോസ് പറയുന്നു വിധികർത്താവിന് മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയുടെ വാദം മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളഞ്ഞു ബിഗ് ബോസ്. ഡെൻ ടീമിനെ ചെക്ക് ചെയ്തതില് ബാരക്കിന്റെ അകത്ത് രതീഷ് കണ്ടത് ഒരെണ്ണമാണെന്നാണ് പറയുന്നത്. പവർ ടീം എറിഞ്ഞതാണ് ആ ഒരെണ്ണം. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് ജാസ്മിന്റെ ഷീൽഡിലാണ് വന്ന് വീണത്. എന്നിട്ട് ബിഗ് ബോസ് രതീഷിനോട് ചോദിക്കുന്ന ആരാണ് ഈ റൗണ്ടിൽ പരാജയപ്പെട്ടത് എന്ന്. പവർ ടീമാണ് പരാജയപ്പെട്ടത്. 2 ബോംബുകളാണ് അവരുടെ ബാരക്കിൽ വീണത് എന്ന് രതീഷ് പറയുന്നുണ്ട്. ടണലും നെസ്റ്റും ഡെൻ പോലെ തന്നെ ഒരെണ്ണം വീതമാണ് ബാരക്കിൽ നിന്ന് കിട്ടിയത് എന്ന് തോന്നുന്നു. 2 ടീമുകളുടെ ആ ഒരു പെട്ടിക്ക് അത് 4 എണ്ണമാണ് രതീഷിന് കിട്ടിയത്, നെസ്റ്റിന്റെയും ടണലിന്റെയും. നമ്മുടെ ഡെന്നിന്റെ അകത്ത് ഒറ്റ ഒരെണ്ണം പോലും കിട്ടിയില്ല. ബോംബുകളൊന്നുമില്ല, അവർക്ക് മൊത്തം വാഷ് ഔട്ടാണ്. 5 എണ്ണം എറിഞ്ഞു പവർ ടീമിനെതിരെ. അപ്പൊ ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. ലൈവ് മൊത്തം വഴക്കും ബഹളവും തമ്മിത്തല്ലുമാണ്. എല്ലാവരും ഓരോ ആരോപണമായിട്ട് വരുന്നുണ്ട്. അവരിങ്ങനെ എറിഞ്ഞു, ഇവരെനിക്കെതിരെ എറിഞ്ഞു, എന്റെ കണ്ണിൽ കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സീനാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.